In this video, we are going to learn the word certain. Certain എന്ന് പറയുന്നത് ഒരു adjective ആണ്. ശരിക്കും പറഞ്ഞാൽ ഷുവർ എന്നതിൻ്റെ സെയിം അർത്ഥം തന്നെയാണ് നമ്മുടെ certain വരുന്നത്. പക്ഷേ ഷുവറിനേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് certain തരുന്നത്. അപ്പോൾ 100% ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് certain യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. I'm certain that Tuesday is the day before Wednesday. പിന്നെ നമുക്ക് ഫോർ സർട്ടൻ എന്ന് പറയാം, ഡെഫിനിറ്റ്ലി എന്ന് പറയുന്നതിനായിട്ട് അതിന് പകരമായിട്ട് നമുക്ക് ഫോർ സർട്ടൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ട്യൂസ്ഡേ കംസ് ബിഫോർ വെൻസ്ഡേ, ഫോർ സർട്ടൻ. ഇനി എന്തിനെങ്കിലും കുറിച്ച് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സർട്ടൻ അബൌട്ട് എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ആം സർട്ടൻ അബൌട്ട് ദ ലെങ്ത് ഓഫ് ദിസ് വീഡിയോ. ഈ വീഡിയോയുടെ ലെങ്ത്തിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ നോ ദാറ്റ് ഇറ്റ്സ് 1 minute ലോങ്. അതായത് ഇത് 1 മിനിറ്റാണുള്ളത്. അപ്പോൾ എനിക്ക് ഉറപ്പാണെന്നുള്ളതിന് നമ്മൾ ഐ എം സർട്ടൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ ഷീ ഈസ് സർട്ടൻ. അവന് ഉറപ്പാണെന്ന് പറയുമ്പോൾ ഹീ ഈസ് സർട്ടൻ. ഇനി അവർക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ ദേ ആർ സർട്ടൻ. ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ വി ആർ സർട്ടൻ. പിന്നെ സർട്ടന് മറ്റൊരു മീനിങ് ആണ് ചില എന്നുള്ള അർത്ഥം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയില്ലേ ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് പറയില്ലേ, ഫോർ സർട്ടൻ റീസൺസ്. ഓക്കെ, അതേപോലത്തെ ഒരു എക്സാമ്പിളാണ് ഹലോ ബോസ്, ഫോർ സർട്ടൻ പേഴ്സണൽ റീസൺസ് ഐ കാൻ കം ടു വർക്ക് ടുഡേ. അതായത് ബോസിനെ വിളിച്ചിട്ട് പറയുന്നത്, സാർ എനിക്ക് ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുള്ളതുകൊണ്ട് ഇന്ന് എനിക്ക് ജോലിക്ക് വരാനായിട്ട് സാധിക്കില്ല. അതാണ് ഫോർ സർട്ടൻ പേഴ്സണൽ റീസൺസ്, വ്യക്തിപരമായ ചില കാരണങ്ങളാൽ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിളാണ് സർട്ടൻ ഫുഡ്സ് ആർ ഈസിയർ ടു ബൈ ദാൻ അതേഴ്സ്. ചില ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഈസിയാണ്, മറ്റുള്ളതിനേക്കാൾ ഈസിയാണ് ചില ഫുഡ് ഐറ്റംസ് വാങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സർട്ടൻ എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും.